in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. என் கூடவே இரும் ஓ இயேசுவே, நீர் இல்லாமல் நான் வாழ முடியாது. என் பக்கத்திலே இரும் ஓ இயேசுவே, நீர் இல்லாமல் நான் வாழ முடியாது. என் கூடவே இரும் ஓ இயேசுவே. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നടത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഓഗസ്റ്റ് മാസം 7-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയവനാൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു അത്ഭുതം ദൈവം ചെയ്യാൻ പോകും. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 2 ശമൂവേൽ 9-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 കാലം മുടങ്ങനായിട്ട് യോനാഥൻ്റെ മകനുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത്, എല്ലാം നഷ്ടപ്പെട്ടു പോയവൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു അത്ഭുതം ചെയ്യുന്ന ദൈവം. ഈ വചന പശ്ചാത്തലം അറിയാത്ത ഒത്തിരി പേര് കാണാം. നിങ്ങൾ ഇന്ന് തന്നെ ഈ 9-ാം അധ്യായം പഠിക്കണം. 13 വാക്യങ്ങളാണ് ഇതിലുള്ളത്. ഈ 13 വാക്യങ്ങൾ വായിക്കുന്നവന് പിടികിട്ടും, അർഹിക്കുന്നതിനേക്കാൾ വലിയ ഉയർച്ച കൊണ്ടുവരുന്ന ദൈവമുണ്ടെന്ന്. അൺമെരിറ്റബിൾ ഫേവർ കാണിക്കുന്ന ദൈവം. നിങ്ങൾ വിശ്വസിച്ചേ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഈ വചന പശ്ചാത്തലം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, ശൗലിന്റെ മകനായ യോനാഥന്റെ വീട്ടിൽ ഇനി ആരെങ്കിലും ശേഷിക്കുന്നുണ്ടോ എന്ന് ദാവീദ് രാജാവ് അന്വേഷിക്കുകയാണ്. അപ്പോൾ ശൗലിന്റെ ഭൃത്യനായിരിക്കുന്ന സീബ എന്നൊരു വ്യക്തി അവിടെയുണ്ട്. അവനിലൂടെ ദാവീദ് അറിയുകയാണ്, 2 കാലം മുടന്തനായ ഒരു മനുഷ്യനുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട് സ്വന്തം ഭവനം പോലുമില്ലാത്ത മെഹീഭോശത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടെന്ന് അവനെ വിളിച്ചു വരുത്തുവാൻ രാജാവ് പറയുകയാണ്. തൻ്റെ ഭൃത്യനായ സീബയിലൂടെ മെഹീഫോശത്തിനെ വിളിച്ചു വരുത്തുകയാണ്. അവനെ വിളിച്ചു വരുത്തി ദാവീദ് വലിയൊരു ദയവ് കാണിക്കുകയാണ് അവനോട്. നിനക്ക് ഇന്നു മുതൽ എൻ്റെ മേശയിൽ നിന്ന് എൻ്റെ കൂടെ ആഹാരം കഴിക്കാൻ കഴിയും. ആരാണ് ഈ മെഹീഫോശത്ത് എന്ന് നിങ്ങൾക്കറിയാമോ? ശൗലിന്റെ മകനായ യോനാഥന്റെ മകനാണ്. ഇവന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഒരു ദിവസം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയവനാണ്. നിങ്ങൾക്കതിൻ്റെ ആഴം തിരിച്ചറിയണമെങ്കിൽ 1 ശമൂവേൽ 31-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ഇങ്ങനെ ശൗലും അവൻ്റെ 3 പുത്രന്മാരും അവൻ്റെ ആയുധവാഹനം അവൻ്റെ ആളുകളൊക്കെയും അന്ന് ഒന്നിച്ചു മരിച്ചു. ഈ വചന പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശൗലും അവൻ്റെ മക്കളും അവൻ്റെ ആളുകളും ഒന്നിച്ച് അന്നത്തെ ദിവസം മരിച്ചു പോവുകയാണ്. മെഹീഫോശത്തിനോട് ചോദിച്ചാൽ പറയും, അവൻ്റെ ജീവിതത്തിൽ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എല്ലാം നഷ്ടപ്പെട്ടവരായിട്ടാണോ നിങ്ങൾ എന്നെ കേൾക്കുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഈ വചന പശ്ചാത്തലം നിങ്ങളുടെ മുമ്പിൽ പറയാൻ കാരണം, എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നുന്ന പലവരെയും ദൈവം വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എസ്തർ രാജ്ഞിയെ നിങ്ങൾ നോക്കിയാൽ, അവൾക്ക് അപ്പനും അമ്മയും നഷ്ടപ്പെട്ടു പോയവളാണ്. അവൾ എടുത്തു വളർത്തപ്പെട്ടവളാണ്. പക്ഷേ അവളെ ആ രാജ്യത്തിൻ്റെ രാജ്ഞിയാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും അർഹിക്കാത്തൊരു ഫേവർ വെളിപ്പെടുത്താൻ പോവുകയാണ്. വചന പശ്ചാത്തലത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. മെഹീഫോശത്ത് എങ്ങനെയാണ് 2 കാലം മുടന്തനായെന്ന് ചോദിച്ചാൽ, ഒറ്റ ദിവസം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവൻ്റെ അപ്പനും അവൻ്റെ സഹോദരങ്ങളും അപ്പൻ്റെ അപ്പനും മരിച്ചു എന്ന് കേട്ട് അവൻ്റെ ധാത്രി അവനെ ഭയത്തോടെ എടുത്തുകൊണ്ട് ഓടുമ്പോൾ അവൻ 5 വയസ്സാണുള്ളത്. നമുക്ക് ആ വാക്യത്തിലേക്ക് വരാം. 2 ശമൂവേൽ 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. ശൗലിന്റെ മകനായ യോനാഥന് 2 കാലം മുടന്തായിട്ട് ഒരു മകനുണ്ടായിരുന്നു. ഇസ്രായേലിൽ നിന്ന് ശൗലിന്റെയും യോനാഥന്റെയും വർത്തമാനം എത്തിയ സമയം അവന് 5 വയസ്സായിരുന്നു. അപ്പോൾ അവന്റെ ധാത്രി അവനെ എടുത്തുകൊണ്ട് ഓടി. അവൾ ബന്ധപ്പെട്ട് ഓടുമ്പോൾ അവൻ വീണ് മുടന്തനായിപ്പോയി. അവന് മെഹീഫോശത്ത് എന്ന പേര്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, മെഹീഫോശത്തിന്റെ
പശ്ചാത്തലമാണ്, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വന്നുപോയ ആപത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ അവൻ മുടന്തലായി തീർന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതേപോലെ എല്ലാം നഷ്ടപ്പെട്ടതുപോലെയാണോ എന്നെ ശ്രദ്ധിക്കുന്നത്? ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ദൈവത്തെ മുറുകെ പിടിക്കുക. ദൈവം നിന്നെ അത്ഭുതത്തിലേക്ക് നടത്താൻ പോകുകയാണ്. അർഹിക്കാത്ത ഫേവറിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ പോകുകയാണ്. നമ്മൾ വായിച്ച വചന പശ്ചാത്തലത്തിലേക്ക് മടങ്ങി വരികയാണ്. മെഹീഫോശത്തിനെ രാജാവ് ആളെ അയച്ച് വിളിച്ചു വരുത്തുകയാണ്. അവനോട് പറയാണ്, ഇന്നു മുതൽ നീ എൻ്റെ മേശയിൽ നിന്ന് കഴിക്കണം, ഇന്നു മുതൽ നീ എൻ്റെ മേശയിൽ നിന്ന് കഴിക്കണം. ഇതാ മെഹീഫോശത്ത് രാജാവിനോട് മറുപടി പറയുന്ന പദം കൂടെ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്നവരെ 2 ശമൂവേൽ 9-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. അവൻ നമസ്കരിച്ചും കൊണ്ട് ചത്ത നായെപ്പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിക്കുവാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. ഇതാ മെഹീഫോശത്ത് നമസ്കരിച്ചുകൊണ്ട് രാജാവിനോട് പറയുകയാണ്, ചത്ത നായെപ്പോലെ ആയ എൻ്റെ ജീവിതത്തെ നീ മാനിക്കുവാൻ, ഇത്രത്തോളം ആക്കുവാൻ ഞാൻ എന്താണുള്ളത്? കാരണം എന്താണെന്നറിയാവോ? ദാവീദ് പറയും, നിന്റെ അപ്പൻ ചെയ്ത നന്മയാണ്. യോനാഥൻ ദാവീദിനെ സഹായിച്ച ഒത്തിരി മേഖലകളുണ്ട്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ മാത്രം നോക്കി ജീവിക്കുന്നുണ്ടെങ്കിൽ അർഹിക്കാത്ത ചില നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഹല്ലേലൂയ. ഇപ്പോൾ വീട് പോലും സ്വന്തമായിട്ടില്ലാത്ത മെഹീഫോശത്ത് രാജാവിന്റെ മേശയിൽ അവനോടുകൂടെ ആഹാരം കഴിക്കുകയാണ്. അവിടെ തീർന്നില്ല കേട്ടോ. അന്നു മുതൽ സീബായും അവന്റെ മക്കളും അവന്റെ വേലക്കാരും ഇതാ മെഹീഫോശത്തിന്റെ നിലം മുഴുവൻ കൃഷി ചെയ്ത് അവനുള്ള ആഹാരത്തിന് വേണ്ടി അവർ അധ്വാനിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ ഒറ്റ ദിവസം കൊണ്ട് ദൈവം ഇവനെ മാനിച്ചപ്പോൾ 35 പേർ ഇവന് വേണ്ടി വേല ചെയ്യാൻ എഴുന്നേറ്റു. നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ആ ദേശത്തിൽ മാനിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരായിരിക്കും, എല്ലാവരാലും തള്ളപ്പെട്ടവരായിരിക്കും. പക്ഷേ ഇന്ന് വചനം പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ദിവസം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുക, ദൈവം നിശ്ചയമായി മാനിക്കും. നിങ്ങളെ രാജാക്കന്മാരുടെ കൂടെ ഇരുത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. മെഹീഫോശത്തിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട അത്ഭുതം നീ ഓർക്കുക, നിന്നെ ഉയർത്തിയിരിക്കും ദൈവം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ നല്ല കർത്താവേ, ഇന്ന് അർഹിക്കാത്ത ഉയർച്ച, അർഹിക്കാത്ത ഒരു അത്ഭുതം എന്നെ കാണുന്നവരുടെ വെളിയിൽ അങ്ങ് വെളിപ്പെടുത്തണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, ഈ മക്കൾ മാനിക്കപ്പെടണം, ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടണം. അങ്ങ് ഇവരെ മാനിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും 6 മണിക്ക് ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്, നിങ്ങൾ കടന്നു വരണം. അതേപോലെ കേരളത്തിൽ എവിടെ നിന്നാണോ എന്നെ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ ആരാധന പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്കും അവിടേക്ക് കടന്നു വരാൻ കഴിയുന്നതാണ്. ഒരു ആരാധനയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർ വന്ന് വലിയ ദൈവപ്രവർത്തികളെ സ്വീകരിക്കുക. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും കർത്താവ് നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.